friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ പാഠത്തിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു റാപ്പിഡ് റിവിഷൻ പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന രീതിയിൽ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ചെയ്യണമെന്ന് ഒത്തിരി റിക്വസ്റ്റുകൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ 99 രൂപയുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഞാൻ പറയാണ്. നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം, പക്ഷേ ഫീസ് ഒരു പ്രശ്നമാണ് എന്നൊക്കെ കരുതി നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസ് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന പബ്ലിക് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് വെറും 99 രൂപയ്ക്ക് നമ്മൾ +1 +2 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫുൾ നെയിം, ഡിസ്ട്രിക്റ്റ്, ക്ലാസ്, അതായത് +1 ആണോ +2 ആണോ, ഈ 3 കാര്യങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസാനത്തെ ഒരു അവസരമാണത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം. ഇതിൽ പല ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പല ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇത്രയും നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ, പ്രൊപ്പറേറ്റർ എന്ന് വെച്ചാൽ ഓണർ. സോ ഒരു ഓണർ, ഒരൊറ്റ ഒരാളെ അവിടെ ഓണർ ആയിട്ടുള്ളൂ. സോ വൺ മാൻ ബിസിനസ് എന്നൊക്കെ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ പറയും. ഇവിടെ എന്താണ്, ആ ഒരാളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എല്ലാ വിധത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാ റിസ്ക് എടുക്കുന്നതും ഈ മൊത്തം പ്രോഫിറ്റ് എടുക്കുന്നതും എല്ലാം ഈ ഒരൊറ്റ ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡിവിജ്വൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നും പറയാറുണ്ട്. ഒരു സെക്കൻഡ്, ഇൻഡിവിജ്വൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, സോ നോക്കാം. ദെൻ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, അതായത് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ, നോ നീഡ് ടു കൺസൾട്ട് വിത്ത് അതേഴ്സ്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. കോൺഫിഡൻഷ്യാലിറ്റി ഇൻ ഇൻഫർമേഷൻ, വിവരങ്ങളിലെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ഒരു എന്താ പറയുക, അതെല്ലാം വളരെ സീക്രട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഡയറക്റ്റ് ഇൻസെൻറ്റീവ് ആണ് അല്ലേ, ആ ഒരൊറ്റ ഒരാൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നോ അതനുസരിച്ച് അയാൾക്ക് കൂടുതൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രോഫിറ്റ് അയാളിലേക്ക് തന്നെയാണ് പോകുന്നത്. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ആണ്, അയാൾക്ക് വേണ്ടി തന്നെയല്ല ജോലി ചെയ്യുന്നത്, വേറൊരാളുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണങ്ങൾ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ദെൻ ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, വളരെ പെട്ടെന്ന് ഫോം ചെയ്യാം, വളരെ പെട്ടെന്ന് നമുക്ക് അടച്ചുപൂട്ടാൻ പറ്റും. അതിന് ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഒന്ന്, വിഭവങ്ങളുടെ അഭാവം, അതായത് ലിമിറ്റഡ് റിസോഴ്സസ്. ഒരാളായതുകൊണ്ട് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ക്യാപിറ്റൽ, അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മൂലധനം, ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിസിനസ്, സാധാരണ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സൊക്കെ ഒരു ചെറുതായിട്ടാണ് ഉണ്ടാവാറുള്ളൂ. ദെൻ ലിമിറ്റഡ് ലൈഫാണ്, കാരണം ആ ഓണർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് മുന്നോട്ടേക്ക് പോയില്ല, ബിസിനസ്സും അവിടെ തീരാണ്. ദെൻ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. കാരണം എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇയാളുടെ പേഴ്സണലായിട്ടുള്ള വസ്തുവകകളൊക്കെ കൊണ്ടുവന്ന് ഈ കടം വീട്ടേണ്ടി വരും. ദെൻ ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, ഒരാളുടെ ബിസിനസ് തുടങ്ങാൻ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് അയാൾക്ക് മാനേജീരിയൽ ടാലൻറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരാളായതുകൊണ്ട് തന്നെ അയാൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ എഫിഷ്യൻ്റ് ആകണമെന്നില്ല. സോ അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഇനിയിപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിച്ച പോയിന്റ് ഓർമ്മ വരുന്നില്ലെങ്കിലേ ഈ മെറിറ്റ്സിൽ നിന്നും ഈ ലിമിറ്റേഷനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരിക്കലും ചോദ്യം സ്കിപ്പ് ചെയ്യരുത്, അതൊന്ന് മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ ഹിന്ദു ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുന്നതിനെയാണ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വളരെ പഴയ രൂപമാണ് ബിസിനസ്സിൻ്റെ കേട്ടോ. ഇത് ഹിന്ദു ലോ പ്രകാരമാണ് ഗവേൺ ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ട് ഈ മെമ്പർഷിപ്പ് ആ ഒരു പർട്ടിക്കുലർ ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3 തലമുറ വരെ ആ ബിസിനസ്സിലെ മെമ്പേഴ്സ് ആയിരിക്കും അവർ. അപ്പോൾ ഇതിലെ ഹെഡ്, ഇവിടെ കണ്ടോ, ഹെഡിനെ കണ്ടില്ലേ, ഈ ആൾ നമ്മൾ എന്തെന്ന് പറയും, കർത്ത എന്ന് പറയും. എൽഡസ്റ്റ് മെമ്പറിനെ കർത്ത എന്ന് പറയും. ബാക്കി മെമ്പേഴ്സിനെയൊക്കെ കണ്ടില്ലേ, അവരെല്ലാവരും എന്ത് പറയും, കോ പാഴ്സണേഴ്സ് എന്ന് പറയും. എല്ലാവർക്കും
സ്വത്ത് വകകളിലെല്ലാം ഈക്വൽ ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് കർത്തയായിരിക്കും. ദെൻ ഇതിന് മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കൺട്രോളാണ്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇവരുടെ ഇടയിൽ ഉണ്ടാവില്ല. കാരണം കർത്ത തീരുമാനമെടുക്കും, ബാക്കിയുള്ളവർ അത് അംഗീകരിക്കും. കർത്ത എൽഡസ്റ്റ് മെമ്പർ കൂടിയാണല്ലോ. പിന്നെ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ആണ്. കാരണം കർത്ത മരണപ്പെട്ടാലും അടുത്ത എൽഡസ്റ്റ് മെമ്പർ, മൂത്ത വ്യക്തി ആരാണോ അയാളായിരിക്കും പിന്നെ കർത്തയാവുന്നത്. സോ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഈ കർത്തയുടെ മാത്രം ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ബാക്കി കോപാഴ്സണേഴ്സ്, ബാക്കി മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, കുറച്ചേ ഉള്ളൂ. അവർ വേറെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും എടുക്കണ്ട. പിന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്ന ബിസിനസ് ആയതുകൊണ്ട് അവിടെ വിശ്വാസവും സഹകരണവും ഒക്കെ കൂടുതലായിരിക്കും. ദെൻ പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. സോ റിസോഴ്സസിൻ്റെ ഒരു അഭാവം ഉണ്ടാവും. ലിമിറ്റഡ് റിസോഴ്സസ്, വിഭവങ്ങൾ കുറവായിരിക്കും. കാരണം ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, പൂർവികരുടെ സ്വത്ത്, അതിൻ്റെ ബേസിസിലാണ് ചിലരിൽ ഒരുപാടെണ്ണം, ചിലരിൽ കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ കർത്തയ്ക്ക് മാത്രം അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഈ ഫേമിൻ്റെ, ഈ ബിസിനസ് ഫേമിൻ്റെ എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് മൊത്തം കർത്ത വഹിക്കേണ്ടി വരും. പിന്നെ ഡോമിനൻസ് ഓഫ് കർത്ത എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ കർത്തയുടെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഡോമിനൻസ്, ഇതിൻ്റെ ഒരു എന്താ പറയുക, കർത്തയുടെ ഒരു മേൽക്കോയ്മ, മേൽക്കോയ്മ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അത് ആ ഫാമിലി ചിഹ്നിച്ചെതിരെ പോകാനും പിന്നെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കർത്തയ്ക്ക് മാനേജറിയൽ സ്കിൽ ഉണ്ടാകുന്ന യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഈ പറഞ്ഞ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും ജോയിൻ ദ ഫാമിലി ബിസിനസ്സിൻ്റെ ഒക്കെ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇയർ 1932 പ്രകാരമാണ് ഇതുള്ളത്. ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ ആ ഒരു കൂട്ടം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷനാണ്. ദെൻ ആ ബിസിനസ്സിന് പ്രത്യേകത എന്താ, ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നെങ്കിൽ ഒരാളായിരിക്കും എല്ലാം ആ ബിസിനസ് മൊത്തം ഏറ്റെടുത്ത് നടത്തുന്നത് ഈ പാർട്ട്നേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടായിരിക്കും നടത്തുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. പാർട്ട്ണർഷിപ്പിൻ്റെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ഫോർമാലിറ്റീസുകൾ നമുക്ക് പെട്ടെന്ന് ഫോം ചെയ്യാം, പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ദെൻ ഡിസിഷൻ മേക്കിംഗ് ബാലൻസ്ഡ് ആണ്. കാരണം ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ടുകൾ അവിടെ ഉണ്ടാകും. എല്ലാ പാർട്ട്നേഴ്സും റിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരിലും റിസ്ക്കും സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും. ദെൻ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇവരുടെ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കമ്പനി റിപ്പോർട്ട്സ്, ഈ ഫേമിൻ്റെ റിപ്പോർട്ട്സ്. അപ്പോൾ അതുകൊണ്ട് സീക്രസി, അവരുടെ ആ ഒരു സ്വകാര്യതയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കടങ്ങളുണ്ടെങ്കിൽ ഇവരുടെ പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ, പേഴ്സണലായിട്ടുള്ള കാറ്, വീട്, ഇതൊക്കെ ഉപയോഗിച്ച് കടങ്ങൾ വീട്ടേണ്ടി വരും. ദെൻ ലിമിറ്റഡ് റിസോഴ്സ് ആണ്. കാരണം ഇവർ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വലിയ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അത്രയൊന്നും ഫണ്ട് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സസ് കുറവായിരിക്കും. ദെൻ കോൺഫ്ലിക്ട്സ്, പാർട്ട്നേഴ്സ് തമ്മിൽ അടി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് പൂട്ടിപ്പോകും, ഡിസൊല്യൂഷൻ സംഭവിക്കും. ദ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല, ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണ്, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. പബ്ലിക്കിന് ഇങ്ങനെയുള്ള ഫേമുകളിൽ അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ഇവരുടെ റിപ്പോർട്ട്സ്, വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടാത്തത് കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇതിന് കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടും. പിന്നെ ഇതിൻ്റെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണ് എന്ന് ചോദിക്കുക. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിലൊന്നും ഒഴിവാക്കിയില്ല. ഇനി ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ടോ ചോദിക്കും. അത് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ എടുത്ത് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നൊക്കെ 2, 5, 4 മാർക്കിനൊക്കെ ആയിട്ട്, ചെറിയ മാർക്കിനും മാത്സ് ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ, അയാൾ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് ക്യാപിറ്റലും കൊണ്ടുവരും, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, ഇയാൾ ബിസിനസ്
ബിസിനസ്സിൽ വലിയ കാര്യമായിട്ട് റോളൊന്നും ഇയാൾക്കില്ല. പക്ഷേ ഇയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും, ബിസിനസ് കാര്യമായിട്ട് നോക്കി നടത്തുന്നില്ല. അയാൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉറക്കം തൂങ്ങിയിരിക്കാൻ മീൻസ് അയാൾ ആക്റ്റീവ് അല്ല എന്ന് കാണിക്കുന്ന കേട്ടോ. അവർ പക്ഷേ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അയാൾക്ക് ഷെയർ ഉണ്ട്. ദെൻ സീക്രട്ട് പാർട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമിൽ ഇയാൾ പാർട്ട്ണർ ആയിരിക്കും, പക്ഷെ പബ്ലിക്കിന് ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉള്ളതായിട്ട് അറിയാൻ പറ്റില്ല. അയാൾ ക്യാപിറ്റലും കൊണ്ടുവരും, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അയാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയും ഉണ്ടാകും. ദെൻ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സും അങ്ങനെ വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഫേമിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പേര് ഈ ഫേമിലേക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കും. അതായത് ഈ ഫേമിൻ്റെ ചേർന്നിട്ടുള്ള ഒരു പാർട്ട്ണറാണെന്ന് ആളുകൾക്ക് തോന്നിക്കുന്ന രീതിയിൽ ആ പേര് ഈ ഫേമിലേക്ക് ഉപയോഗിക്കാൻ, ഇതിലെ പാർട്ട്ണറാണെന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അയാൾ സമ്മതിക്കും. അപ്പോൾ പക്ഷേ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരില്ല, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യില്ല, പ്രോഫിറ്റിൻ്റെ ഷെയറും ഇല്ല. പക്ഷേ ഇയാൾക്ക് മറ്റുള്ളവരോട് ബാധ്യതയുണ്ട്, കാരണം ഇയാൾ ഇതിൽ പാർട്ട്ണറാണെന്ന് ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. ദെൻ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ആക്ഷനും അയാളുടെ വാക്കുകളൊക്കെ പ്രകാരം ആളുകൾ കരുതുന്നത് അയാൾ ഈ ഫേമിലെ പാർട്ട്ണർ ആണെന്നാണ്. അയാൾ ആക്ച്വൽ പാർട്ട്ണർ അല്ല എന്നുണ്ടെങ്കിലും പബ്ലിക്കിന് മുമ്പിൽ പബ്ലിക്കിന് തോന്നുന്ന ഇയാൾ പാർട്ട്ണർ ആണെന്ന് തോന്നിപ്പിക്കുകയാണ് ഇയാളുടെ ആക്ഷനിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഇയാൾക്കും ലയബിലിറ്റി ഉണ്ട്. ഇനി പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ a person may be declared as a partner in the firm by outsiders. അതായത് പുറമെയുള്ള ആളുകൾ ഇയാൾ ഇവിടുത്തെ പാർട്ട്ണർ ആണെന്ന് പറയാണ്. അയാൾ പക്ഷെ പാർട്ട്ണർ അല്ല, പക്ഷെ ആണെന്ന് പറയുന്നു. ഇയാളത് നിരസിക്കുന്നുമില്ല, ഡിനൈ ചെയ്യുന്നുമില്ല. ഇയാൾക്ക് അപ്പോൾ ഡിനൈ ചെയ്യാലോ, പക്ഷേ ഇയാൾ അത് ചെയ്യുന്നുമില്ല, അറിഞ്ഞിട്ട് പോലും. അങ്ങനെയുള്ളതാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ പാർട്ട്ണർ അല്ലെങ്കിലും ഇയാൾക്കും ഇവിടെ ബാധ്യതകളുണ്ട്. ഈ ഒരു ബോക്സ് നോക്കി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആക്റ്റീവ് പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരും, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. സ്ലീപ്പിംഗ് പാർട്ട്ണറും ക്യാപിറ്റൽ കൊണ്ടുവരും, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യും, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സീക്രട്ട് പാർട്ട്ണറോ ക്യാപിറ്റൽ കൊണ്ടുവരും, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. നോമിനൽ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യില്ല, പക്ഷേ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ആണെങ്കിലും ഇവരൊന്നും ക്യാപിറ്റൽ കൊണ്ടുവരില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യില്ല, പക്ഷെ ഇവർക്കൊക്കെ എന്തുണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി കണ്ടന്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞ് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെന്റ് ഒന്നെങ്കിൽ വാക്കാൽ പറഞ്ഞതും ആകാം, അല്ലെങ്കിൽ റൈറ്റിംഗ് എഴുതപ്പെട്ടതും ആകാം. എഴുതപ്പെട്ടതിന് ദ ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്നിങ് എഗ്രിമെന്റ് ഇൻ റൈറ്റിംഗ് എമംഗ് ദ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ് എഴുതപ്പെട്ട ആ ഒരു ഡോക്യുമെന്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയുണ്ട്, ഫേമിന്റെ പേര്, പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും, ബിസിനസിന്റെ പേരും സ്ഥലവും, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് തുടങ്ങി, പാർട്ട്ണർഷിപ്പിന്റെ ഡ്യൂറേഷൻ എത്ര കാലത്തേക്കാണ്, ഓരോ പാർട്ട്നേഴ്സ് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഓരോ പാർട്ട്ണർക്കും എത്ര ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ, പാർട്ട്നേഴ്സിന്റെ ലോണിന് ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം, സാലറി കമ്മീഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്ക് വർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണം, ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കണം, അക്കൗണ്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, അങ്ങനെ ഒത്തിരി 17, 18, 20 എണ്ണൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു 6, 7 എണ്ണമൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. സോ അടുത്തൊരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വോളണ്ടറി അസോസിയേഷനാണ്. ആളുകൾക്ക് സ്വന്തമായിട്ട് ചേരാം, അവിടെ നിർബന്ധമൊന്നുമില്ല. അവരുടെ എക്കണോമിക് അതേപോലെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പിലൂടെ പരസ്പരം സഹായിക്കുന്നതിലൂടെ സ്വയം സഹായിക്കാം എന്നുള്ളതൊക്കെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾ. അത് മാത്സ് ഫോളോയിങ്ങിൽ ചിലപ്പോൾ വരും കേട്ടോ. സോ മെറിറ്റ്സ് നോക്കാം. ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണുള്ളത്. ഒരാൾക്ക് എന്തോരം മാത്രം ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. 1 man 1 വോട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റലിന് അത്രയും ബാധ്യത ഇവർക്കുള്ളൂ. സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ആണ്. കാരണം ഏതെങ്കിലും മെമ്പർ മരിച്ചാലോ പാപ്പരായാലോ ബുദ്ധിക്ക് കുഴപ്പമൊക്കെ വന്നാലോ ഒന്നും ഇതിനെ ബാധിക്കില്ല. ദെൻ എക്കോണമി ആൻഡ് ഓപ്പറേഷൻ, ഇവർ ഇടനിലക്കാരെ ഒഴിവാക്കും. ഇടനിലക്കാരുണ്ടാവില്ല ഇവരുടെ ഓപ്പറേഷൻസിൻ്റെ ഇടയ്ക്ക്, ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ, ടാക്സ് കുറയ്ക്കുന്നു, സബ്സിഡി, ഗ്രാൻഡ്, കുറഞ്ഞ പലിശ നിരക്ക്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞാലേ ലിമിറ്റഡ് റിസോഴ്സ് ആണ്. കാരണം ഇവിടെ എന്തുമാത്രം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു തവണ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾ അത്ര അങ്ങോട്ട് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഡിവിഡൻറ്റും വളരെ കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത്ര കോമ്പീറ്റൻ്റ് ആവണമെന്നില്ല, എഫിഷ്യൻ്റ് ആകണമെന്നില്ല. മാനേജ്മെൻറ്റിൽ ബിസിനസ്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിയിൽ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടി വരും. പിന്നെ ഗവൺമെൻറ് കൺട്രോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കും. ആളുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. സെപ്പറേറ്റ് ആണ്, ബിസിനസ്സും ബിസിനസ്മാനും വേറെയാണ്. പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, അതായത് ഒരുപാട് കാലത്തേക്ക് മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ഒരാൾ മരിച്ചാലോ മെമ്പർ മെമ്പർ ബിസിനസ് ഇല്ലാതെയാകുന്നില്ല. ഒപ്പിടാൻ കോമൺ സീലുണ്ട്, കോൺട്രാക്റ്റുകളൊക്കെ ഏർപ്പെടാൻ കോമൺ സീലൊക്കെയുള്ള ഒരു വോളണ്ടറി അസോസിയേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇതിനെ മെറിറ്റ്സ് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, ബാധ്യത ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, നമുക്ക് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും, എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ആക്കി മാറ്റാനൊക്കെ സാധിക്കും. പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെക്ച്വൽ സക്സഷൻ, അതായത് മെമ്പേഴ്സ് എല്ലാവരും മരണപ്പെട്ടാലും കമ്പനി ഇല്ലാതാകില്ല. നിയമത്താൽ ഉണ്ടാകുന്ന ഒരു കമ്പനി നിയമത്താൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനി കുറേ കാലം മുന്നോട്ടേക്ക് പോകും. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, അതായത് ഒരുപാട് ക്യാപിറ്റൽ മൂലധനം ഈ കമ്പനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ, വികസനത്തിനൊക്കെ കമ്പനി കുറച്ചുകൂടി വലുതാക്കാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ ഓണേഴ്സ് ആയിരിക്കില്ല ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വെക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊഫഷണൽസ്, മാനേജേഴ്സൊക്കെ ഇതിലുള്ളതുകൊണ്ട് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിരിക്കും ഇതിലുണ്ടാകാം. പക്ഷേ ഇതിന് ലിമിറ്റേഷൻ പറഞ്ഞാലേ ഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് അത് ഓരോ വർഷത്തെയും റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം, പബ്ലിക്കിലേക്ക് ഒക്കെ പബ്ലിഷ് ചെയ്യണം. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻ്റ് ആണ്. വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഓണേഴ്സിന് എംപ്ലോയീസുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റോ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റോ ഒന്നും ഉണ്ടാകില്ല. ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. കമ്പനി ഓഡിറ്റ്, റിപ്പോർട്ട് ഫയൽ ചെയ്യണം, സ്റ്റാറ്റുറ്ററി മീറ്റിംഗ് കൂടണം, രജിസ്ട്രാറിൻ്റെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അങ്ങനെ ഒത്തിരി ഫോർമാലിറ്റീസ്, റെഗുലേഷൻസ് ഉണ്ട്. എന്തെങ്കിലും തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഡയറക്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ അനുവാദം കിട്ടിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ. സോ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഒളിഗാർക്കിക് മാനേജ്മെൻ്റ് ആണ്, അതായത് എല്ലാവരും കൂടിയല്ല കമ്പനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, വളരെ കുറച്ച് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോകണമെന്നില്ല. അവർ തമ്മിൽ പൊരുത്തക്കേടുകൾ വരും, അത് കമ്പനിയുടെ വളർച്ചയെ ബാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ടൈപ്പ് ഓഫ് കമ്പനി പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്, 1% കമ്പനിയുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഫോം ചെയ്തിട്ടുള്ളതും അതിന് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മിനിമം നമ്പർ 2ഉം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആയിരിക്കണം. പബ്ലിക്കിനെ ഈ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പേരിന് ശേഷം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കണം. അതാണ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനിയും പബ്ലിക് കമ്പനിയാണ്. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇവിടെ കുഴപ്പമില്ല. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 7 ആണ്. പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. 1% കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ മെമ്പറായിട്ട് ഒരൊറ്റ ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന് സെക്ഷൻ 3(1) പ്രകാരമാണ് ഇതുള്ളത്. ഇനി ഡിഫറൻസ് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ടാട്ടോ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി? 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മാക്സിമം അൺലിമിറ്റഡും ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 മാക്സിമം 200 മെമ്പേഴ്സും ആണ്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പബ്ലിക്കിൽ 3 എങ്കിലും വേണം, പ്രൈവറ്റിൽ 2 മതി. മെമ്പേഴ്സിൻ്റെ ഇൻഡെക്സ് കീപ്പ് ചെയ്യാവുന്നുള്ളത് പബ്ലിക് കമ്പനിയിൽ നിർബന്ധമാണ്, പ്രൈവറ്റ് കമ്പനിയിൽ നിർബന്ധമല്ല. ദെൻ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അത് പറ്റില്ല. പിന്നെ പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അത് പറ്റില്ല.
ഇനി ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ ചൂസിങ് എ സ്യൂട്ടബിൾ ഫോം ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ഇപ്പം നമ്മൾ പല തരത്തിലുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ, നമ്മൾ ഏതെടുക്കണം, ഏത് രീതിയിൽ വേണം. അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് 8 മാർക്കിലേക്കോ അല്ലെങ്കിൽ 6 മാർക്കിലേക്കോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ ചൂസിങ് എ സ്യൂട്ടബിൾ ഫോം ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ആദ്യത്തേത് ബിസിനസ് തുടങ്ങാനുള്ള ചിലവ്, അതിൻ്റെ എളുപ്പം ഒക്കെ നോക്കണം. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചിലവിൽ തുടങ്ങണമെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് നല്ലത്. അതല്ല പൈസയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് നല്ലത്. ദെൻ രണ്ടാമത്തേത് ലയബിലിറ്റി നോക്കുന്ന സമയത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് നല്ലത്. കണ്ടിന്യൂവിറ്റി, അതായത് ഒരുപാട് കാലം മുന്നോട്ടേക്ക് ബിസിനസ് പോകണം എന്നതാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പറ്റില്ല. കാരണം ഒരാൾ മരണപ്പെട്ടാൽ ആ ബിസിനസ് അവിടെ ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി മാനേജീരിയൽ എബിലിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജീരിയൽ എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അവർ പുറമേ നിന്ന് പ്രൊഫഷണൽസിനെയാണ് മാനേജേഴ്സ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അവർക്ക് മാനേജീരിയൽ എബിലിറ്റി കൂടുതലുണ്ട്, അപ്പോൾ അവരെ വയ്ക്കാം. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ കൺസിഡറേഷൻ, ബിസിനസ് വലിയ രീതിയിൽ ഒത്തിരി മൂലധനമൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആക്കുന്നതാണ് നല്ലത്. കൺട്രോൾ ഒരുപാട് പേരിലേക്ക് പോകരുത്, കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെ വേണം, ഒറ്റ ഒരാളുടെ കയ്യിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് നല്ലത്. നേച്ചർ ഓഫ് ദി ബിസിനസ്, ലാർജ് ബിസിനസ് യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ് തുടങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, സോ ഈ 7 ഫാക്ടേഴ്സാണ് ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ രീതി, ഫോം ഏത് വേണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കുറച്ച് വീഡിയോസ് ലെങ്തി ആയിപ്പോയി, ബട്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റേത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.